السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. اللهم ربي يسر ولا تعسر. رب زدنا علما وحلما وفهما وأقلا وأدبا وحكما وإيمانا كاملا. ورب تمن بالخير والسعادة. رب اشرح لي صدري ويسر لي أمري വഹലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പഠിതാക്കളെ, ഇന്ന് നമ്മൾ 7-ാം യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത്. 7-ാം യൂണിറ്റിലെ പോയട്രിയുടെ ഭാഗം മാത്രമാണ് ചർച്ച എടുക്കുന്നത്. 7 യൂണിറ്റ് നിങ്ങൾക്കറിയാം, വലിയ യൂണിറ്റാണ്. അത്യാവശ്യം 35-40 ആളുകളെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പോയട്രിയുടെ ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റു കാര്യങ്ങളൊക്കെ വഴിയെ വിശദീകരിക്കാം. എൻ്റെ വോയിസ് ഓക്കെ തന്നെയാണെന്ന് കരുതുന്നു. എന്തെങ്കിലും സൂചിപ്പിച്ചാൽ മതി. ഓക്കെ, മറ്റു പ്രയാസങ്ങളൊന്നുമില്ലാന്ന് കരുതുന്നു. നമ്മൾ ചോദ്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, വലിദ ഖലീൽ മിത്രാൻ ലി അബിൻ ലിബ്നാനിൻ വ ഉമ്മിൻ. ഖലീൽ മിത്രാൻ ജനിച്ചത്, അദ്ദേഹത്തിന്റെ പിതാവ് എന്താണ്? ലബനാൻ പൗരനാണ്, ലബനാൻകാരനാണ്. ഉമ്മ ഏത് നാട്ടുകാരിയാണെന്ന് ചോദിച്ചു. ഇറാഖിയ, സൂറിയ, ഫിലസ്തീനിയ, മിസ്രിയ. ഖലീൽ മിത്രാന്റെ ഉമ്മ ഏത് നാട്ടുകാരിയാണ് എന്നാണ് ചോദ്യം. ഖലീൽ മിത്രാന്റെ ഉമ്മ ഏത് നാട്ടുകാരിയാണ് എന്നാണ് ചോദ്യം. 1872 ജനിച്ച് 1949 ഖലീൽ മിത്രാൻ മരണപ്പെടുന്നത്. ഓക്കെ, റായിദ് ഷെയർ റൊമാൻസി അറബിയ എന്നറിയപ്പെടുന്നതൊക്കെ ഖലീൽ മിത്രാനാണ്. ലസ്ദുൽ ബാക്കി എന്നുള്ളൊരു കവിത അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ കവിതയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഖലീൽ മിത്രാനുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന്റെ ഉമ്മ ഏത് നാട്ടുകാരിയാണ് എന്നാണ് ചോദ്യം. എല്ലാവരും ആൻസർ പറയണേ. ഇറാഖിയ, സൂര്യ, ഫിലസ്തീനിയ, മിസ്രിയ. ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. പാലസ്തീനിയൻ വനിതയാണവർ. പാലസ്തീനിയൻ വനിതയാണവർ. പിന്നീട് അവരെന്താണ്, അവർ ഫാമിലി അടക്കം അവർ ലബനനിലേക്ക് കുടിയേറിയ ആളുകളാണ്. അവിടുത്തെ ഒട്ടോമൻ ഭരണത്തിന്റെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ലബനോണിലേക്ക് കുടിയേറിയവരാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു, സൂചിപ്പിച്ചുകൊണ്ട് മാത്രം. നെക്സ്റ്റ് ചോദ്യം, ദീവാൻ അബുൽ ഖാസിം ഷാബി അവാനി അൽ ഹയാത്ത് തുബിഅ ലിൽ മറത്തിൽ ഊല. അബുൽ ഖാസിം ഷാബിയുടെ കാവ്യസമാഹാരമാണ് അവാനി അൽ ഹയാത്ത് എന്ന് പറയുന്നത്. അത് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. 1934, 1944, 1955, 1950. 1909 ജനിച്ച് 1934 അബുൽ ഖാസിം ഷാബി മരണപ്പെടുന്നത്. അവാനി അൽ ഹയാത്ത് എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ദീവാനാണ്. ഇതിൽ നിന്നുള്ള ചില വരികളാണ് റുമീഷ്യയുടെ ദേശീയ കാവ്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാറുൽ ഖലറ എന്നറിയപ്പെടുന്ന ആളുമാരാണ് അബുൽ ഖാസിം ഷാബിയാണ്. അങ്ങനെ കുറെ വിശേഷണങ്ങൾ അബുൽ ഖാസിം ഷാബിയുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ടത് ഞാനിങ്ങനെ സൂചിപ്പിച്ചു പോകുന്നു മാത്രം കേട്ടോ. 1955 പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഈജിപ്തിൽ വെച്ച് പ്രസിദ്ധീകരിക്കണമെന്നുള്ളത്. പക്ഷെ അദ്ദേഹം കവിതകളൊക്കെ സമാഹരിച്ചുവെങ്കിലും രോഗം അദ്ദേഹത്തെ വേട്ടയാടി തോൽപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുന്നു. പിന്നീട് മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരനാണ് 1985 ഈ കവിത പ്രസിദ്ധീകരിക്കുന്നത്. അഗാനി അൽ ഹയാത്ത് അബുൽ ഖാസിം ഷാബിയുടേതാണ്. 1955 ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. നെക്സ്റ്റ് ചോദ്യം, റത്തിബ് ശുഅറാ അൽ മദ്കൂരീന അദ്നാഹു വസ്ഫ തവാരീഖ് വസാത്തിഹ്. മരണ ഓർഡർ അനുസരിച്ച് താഴെ തന്നിരിക്കുന്ന കവികളെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലിയ അബു മാലി, ഹാഫിദ് ഇബ്രാഹിം അസ്സഹാവി, ജമീൽ സിദ്ദിഖ് അസ്സഹാവി, ഖലീൽ മിത്രാൻ. മരണ ഓർഡർ അനുസരിച്ചാണ് ക്രമീകരിക്കേണ്ടത്. ഇലിയ അബു മാലി, ഹാഫിദ് ഇബ്രാഹിം, ജമീൽ സിദ്ദിഖ് അസ്സഹാവി,
ഖലീൽ മിത്രാൻ. നോക്കാം. ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഓപ്ഷൻ എ ആണ്. ഖുറൈശുഫ്രതമിനൽ യമീൻ ആയിരിക്കും. ഖുറൈശുഫ്രതമിനൽ യമീൻ എന്ന് പറയുക. അതായത് ഹസൻ ഇബ്രാഹിമാണ് ആദ്യം മരിക്കുന്നത് 932. പിന്നീട് ജമീൽ സിദ്ദിഖി അസ്സഹാവി. സഹാവിയുടെ മരണവർഷം ഏതാണ്? ജമീൽ സിദ്ദിഖി അസ്സഹാവിയുടെ മരണവർഷം ജമീൽ സിദ്ദിഖി അസ്സഹാവിയുടെ മരണവർഷം ആരുണ്ട്? 936 അല്ലെ? 936. ശേഷം ഖലീൽ മിത്രാൻ 949. പിന്നീട് ഇലി അബുമാലി 1957. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓർഡർ കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ ബാക്കി വിശദമായി പറയട്ടോ. ഇവരുടെ ജന്മ മരണ ഓർഡറുകൾ മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ഇൻഷാല്ലാ വരുന്ന ക്വസ്റ്റ്യനുകളിലേക്കായിട്ട്. പറയൂ. ഇതില് എങ്ങനെ ശരിക്കും നമ്മൾ ഓർഡർ ആക്കേണ്ടത്? അതിലുണ്ടാവും ഇങ്ങനെ യമീൻ ഇലൽ യസാർ അങ്ങനെയൊക്കെ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഖുറൈശുഫ്രതമിനൽ യമീൻ എന്നാണ് ഇത് ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയതാന്ന് തോന്നുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലോ, അപ്പോ നമ്മളിങ്ങനെ ഫസ്റ്റ് മുതൽ ഇങ്ങനെ തുടങ്ങണം, അത് ഇങ്ങനെ തുടങ്ങണം? അതങ്ങനെ ഉണ്ടാവും, കൃത്യമായിട്ട് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ സാർ. സ്ക്രീൻ പോയോ? ഞാൻ ചെക്ക് ചെയ്യാം. കേൾക്കില്ല. ഓക്കെ അല്ലേ? ഷേർ ഹാഫിൽ ഇബ്രാഹിം എന്ന പുസ്തകം രചിച്ചതാര് എന്നുള്ളതാണ് ചോദ്യം. അഹമ്മദ് ഷോഖി, അബ്ദുൽ ഖാദിർ അൽ മാസിനി, അബ്ദുറഹ്മാൻ ഷുക്കരി, ത്വാഹ ഹുസൈൻ. ഇതിൽ ആരുടെ രചനയാണ് ഷേർ ഹാഫിൽ ഇബ്രാഹിം എന്ന് പറയുന്നത്? അഹമ്മദ് ഷോഖി, അബ്ദുൽ ഖാദിർ അൽ മാസിനി, അബ്ദുറഹ്മാൻ ഷുക്കരി, ത്വാഹ ഹുസൈൻ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അബ്ദുൽ ഖാദിർ അൽ മാസിനിയുടെ രചനയാണ് ഷേർ ഹാഫിൽ ഇബ്രാഹിം എന്ന പേരിലെ രചന. ആരുടേതാണ്? അബ്ദുൽ ഖാദിർ അൽ മാസിനിയുടേതാണ് കേട്ടോ. നെക്സ്റ്റ് വരും കുഫ ബസ്റഹു ഫി അവാഖിരി ഉംരിഹി. അദ്ദേഹത്തിന്റെ ജീവിതാവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാര് എന്നാണ് ചോദ്യം. ബിനുൽ മുഅ്തസിൽ, മഹ്മൂദ് സാമി അൽ ബാറൂദി, അബുൽ അനാഉൽ മഅദി, ബഷാർ ഇബ്നു ബുർദ്. കുഫ ബസ്റഹു ഫി അവാഖിരി ഉംരിഹി. ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി ഉണ്ടായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതാരാണ് എന്നുള്ളതാണ് ചോദ്യം. ബിനുൽ മുഅ്തസിൽ, മഹ്മൂദ് സാമി അൽ ബാറൂദി, അബുൽ അനാഉൽ മഅദി, ബഷാർ ഇബ്നു ബുർദ്. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. 1838 ജനിച്ച് 1904 മഹ്മൂദ് സാമി അൽ ബാറൂദി മരണപ്പെടുന്നത്. അദ്ദേഹം ശ്രീലങ്കയിൽ നിന്ന് 17 വർഷക്കാലത്തെ നാടുകടത്തിന് ശേഷം തിരിച്ച് വന്നു 1900. പിന്നീട് തന്റെ കവിതകളും മറ്റും ക്രോഡീകരിക്കാനും അത് പുസ്തകമാക്കി ഇറക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ കാഴ്ച ശക്തി എന്തായിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നതാണ്. മഹ്മൂദ് സാമി അൽ
ബാറൂദിയത്ത്. നെക്സ്റ്റ് ചോദ്യം, ഖാത്തിമത്തുൽ ഹുബ്ബ് നൽമൻ റഫായിയുൻ കതബഹു ഉമർ അബൂരിഷ ബാദ വഫാത്ത്. ആരുടെ മരണശേഷം ഉമർ അബൂരിഷ എഴുതിയ അനുശോചന കാവ്യമാണ് ഖാത്തിമത്തുൽ ഹുബ്ബ് എന്നാണ് ചോദ്യം. ഉഖ്തുഹു സഗീറ അല്ലത്തി അഹബ്ബഹ കസീറൻ വഹുവ ഫീ ദിമഷ്ക്, വാലിദതുഹു വഹുവ ഫീ ദിമഷ്ക്, വാലിദുഹു വഹുവ ഫീ അൽമാനിയ, ഖതീബത്തുഹു വഹുവ ഫീ ഇൻജിൽതറ. ആരെക്കുറിച്ച് ഉമർ അബൂരിഷ എഴുതിയതാണ് ഖാത്തിമത്തുൽ ഹുബ്ബ് എന്നുള്ള അനുശോചന? ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലെ? ഓപ്ഷൻ ഡി, തന്റെ കാമുകിയെ കുറിച്ചാണ് അല്ലെ. അദ്ദേഹം എന്താണ് കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നോർമ എന്നുള്ള യുവതിയെ പരിചയപ്പെടുന്നു. അവര് പ്രണയബദ്ധരാകുന്നു. അങ്ങനെ പിന്നെ വീട്ടുകാരോട് അവളെ വിവാഹം ചെയ്യാനുള്ള സമ്മതം തേടാൻ വേണ്ടി അദ്ദേഹം സിറിയയിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. സമ്മതം വാങ്ങി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹത്തിന് കേൾക്കുന്ന വാർത്ത എന്താണ്? തന്റെ പ്രാണപ്രേയസിയായ നോർമയുടെ മരണവാർത്തയാണ് എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം അവളെ കുറിച്ച് എഴുതിയ അനുശോചന കാവ്യമാണ് ഖാത്തിമത്തുൽ ഹുബ്ബ് എന്ന് പറയുന്ന രചന കേട്ടോ. ഖാത്തിമത്തുൽ ഹുബ്ബ്. നെക്സ്റ്റ് ചോദ്യം, ഇന്ന ശഅറ ലംഅത്തുൻ ഖയാലിയത്തുൻ യതഅല്ലഖു വമീലുഹാ ഫീ സമാവത്തിൽ ഫിക്ർ. കവിതയെ കുറിച്ച് ആരാണ് ഇത്തരമൊരു നിർവചനം നൽകിയത് എന്നാണ് ചോദ്യം. ഇന്ന ശഅറ ലംഅത്തുൻ ഖയാലിയത്തുൻ യതഅല്ലഖു വമീലുഹാ ഫീ സമാവാത്തിൽ ഫിക്ർ. ഇസ്മായിൽ സ്വദരി, അൽ ബാറൂദി, അഹ്മദ് ഷൗഖി, ഖലീൽ മിത്വാൻ. ബാറൂദിയാണ് അല്ലെ? മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ് ഇത്തരമൊരു നിർവചനം കവിതയ്ക്ക് എന്താവുന്നത് നൽകുന്നത്. കവിത എന്ന് പറയുന്നത് ലംഅത്തുൻ ഖയാലിയത്തുൻ, ഭാവനാത്മകമായ ഒരു തിളക്കമാണ്, ഭാവനയുടെ ഒരു തിളക്കമാണ്. യതഅല്ലഖു വമീലുഹാ ഫീ സമാവാത്തിൽ ഫിക്ർ, ചിന്തയുടെ ആകാശങ്ങളിൽ എന്താവും? പറന്നു നിൽക്കും, വെളിച്ചമായി നിൽക്കും എന്നതൊക്കെ വിശദമായൊരു താരീഫാണ് ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ാണ് നെക്സ്റ്റ് ചോദ്യം, തുവഫിയ ഷഅറാനി കബീറാനി സുദിയാനി വഹുമ അഹ്മദ് ഷൗഖി വഹാഫിൽ ഇബ്രാഹിം. ഈജിപ്ത് കണ്ട, അറബ് ലോകം തന്നെ കണ്ട പ്രഗത്ഭരായ രണ്ട് കവികളാണ് അഹ്മദ് ഷൗഖിയും ഹാഫിൽ ഇബ്രാഹിം. അവർ രണ്ടുപേരും മരിച്ചത് ഒരേ വർഷത്തിലാണ്. അത് ഏത് വർഷമാണ് എന്നുള്ള ചോദ്യം. 1920, 1927, 1932, 1940. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. 1932 എന്താവുന്നത് അവർ മരണപ്പെടുന്നത്. ഓക്കെ, 1932 മരണപ്പെടുന്നത്. ആദ്യം ഹസനാണ് മരണപ്പെടുന്നത്, ശേഷമാണ് അഹ്മദ് ഷൗഖി ഉണ്ടാകുന്നത് മരണപ്പെടുന്നത് എന്നും കാണാം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, വയാ വത്വനി ലഖീതുക ബഅദ യഅ്സി കഅന്നി ലഖീതു ബിക ശബാബ. ഇതാരുടെ വരികളാണ്? ഹഫീൽ ഇബ്രാഹിം, അഹ്മദ് ഷൗഖി, അൽ ബാറൂദി, ഖലീൽ മിത്രാൻ. യാ വത്തനിയോ ദേശമേ, ലഖീതുക നിന്നെ ഞാൻ കണ്ടുമുട്ടി, ബഅദ യഅ്സി വേറെ നിരാശകൾക്കും സങ്കടങ്ങൾക്കും ശേഷം, കഅന്നി ലഖീതു ബിക ശബാബ ഇപ്പോഴും നിങ്ങൾ എന്താണോ യൗവനം തുടിച്ചു നിൽക്കുന്നതായിട്ട് ഞാൻ എന്താവുന്നു കാണുന്നു എന്നതിന്റെ രാജ്യത്തെ ഓർത്ത് പാടിയത് ആരാണ് എന്നുള്ള ചോദ്യം. ഹഫീൽ ഇബ്രാഹിം ആണോ, അഹ്മദ് ഷൗഖി ആണോ, അൽ ബാറൂദി ആണോ, ഖലീൽ മിത്രാനാണ്? എല്ലാവരും ആൻസർ പറയണം കേട്ടോ. വളരെ കുറഞ്ഞ ആളുകൾ ആൻസർ പറയുന്നത്. തെറ്റിയാലും പ്രശ്നമല്ല മക്കളെ, ഞാൻ ആൻസർ പറയും. ആരുടെ വരികളാണിത്? വയാ വത്വനി ലഖീതുക ബഅദ യഅ്സിൻ കഅന്നി ലഖീതു ബിക ശബാബ എന്ന് പാടിയത് ആരാണ്? ഹഫീൽ ഇബ്രാഹിം, അഹ്മദ് ഷൗഖി, മഹ്മൂദ് സാമി അൽ ബാറൂദി, ഖലീൽ മിത്രാൻ. ഓപ്ഷൻ ബി അഹ്മദ് ഷൗഖിയുടെ വരികളാണ്. അത് അഹ്മദ് ഷൗഖി 1915 അഹ്മദ് ഷൗഖി സ്പെയിനിലേക്ക് എന്താവുന്നത്? ബ്രിട്ടീഷുകാർ നാട് കടത്തുന്നത്. പിന്നീട് 1919 അദ്ദേഹം എന്താവുന്നത്? ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമയത്ത് അദ്ദേഹം പാടുന്ന വരികളാണ് വയാ വത്വനി ലഖീതുക ബഅദ യഅ്സിൻ കഅന്നി ലഖീതു ബിക ശബാബ എന്ന്. നെക്സ്റ്റ് ചോദ്യം, സുന്നി അബുൽ ഖാസിം ഷാബി നിസ്ബത്തുൽ ഇല. അബുൽ ഖാസിം ഷാബി അങ്ങനെ ഷാബി എന്ന് പേര് കിട്ടിയത് എങ്ങനെയാണ്? നിസ്ബത്തുൽ ഇല ഉസ്റത്തിഹി, ഖറിയത്തിഹി, ശബാബിഹി, ഉസ്താദിഹി.
ഷാബി എന്നുള്ള നസബ് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നാണ് ചോദ്യം. ഉസ്റത്തിഹി, ഖറയത്തിഹി, ശബാബിഹി, ഉസ്താദിഹി. ഇതിൽ പറയുന്നുണ്ടോ? അല്ലെങ്കിൽ മൈക്കിങ് കിട്ടണേ. എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കറിയത്തിലേക്ക് നിസ്ബന്ധിച്ചാണ് അല്ലെ. ഷാബിയ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം എന്താവുന്നത്, ജനിക്കുന്നത്. tunisiaയിലെ ഷാബിയ എന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അങ്ങനെയാണ് അബുൽ ഖാസിം ഷാബി എന്ന് അദ്ദേഹത്തിന് പേര് ലഭിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. അഷാഇറുല്ലദി സാഫറ ഇലൽ ഖുസ്തുൻദീനിയ വആദ മഅ ഇസ്മായിൽ പാഷ ഇലാ മിസ്ർ. അദ്ദേഹം കവിയാണ്. കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് യാത്ര പോയി. പിന്നീട് ഇസ്മായിൽ പാഷയോടൊപ്പമാണ് അദ്ദേഹം എന്താകുന്നത്, ഈജിപ്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാര് എന്നാണ് ചോദ്യം. മാറൂഫ് റുസാഫി, അഹമ്മദ് ഷൗഖി, മഹ്മൂദ് സാമി അൽ ബാറൂദി, സലീൽ മിത്രാൻ. ഉത്തരങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. പഠനം പൂർത്തിയാക്കി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയൊന്നും ലഭിച്ചില്ല. പിന്നീട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ട്, കോൺസ്റ്റാന്റിനോപ്പിൾ പോകുന്നുണ്ട്, അവിടെ കുറച്ചു കാലം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് ഈജിപ്തിന്റെ അധികാരം ലഭിച്ച സന്തോഷം രാജാവിനോട് ഖലീഫയോട് പ്രകടിപ്പിക്കാൻ വേണ്ടി ആര് പോവുകയാണ്, ഇസ്മായിൽ പാഷ അങ്ങോട്ട് പോവുകയും തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മഹ്മൂദ് സാമി അൽ ബാറൂദിയെ തന്റെ കൂടെ കൂട്ടുകയും സൈന്യത്തിലും മറ്റു പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, മഹ്മൂദ് സാമി അൽ ബാറൂദിയാണ്. നെക്സ്റ്റ് ചോദ്യം. കാന മുഅയ്യൻ അഷ്ആർ ഹാഫിദ് ഇബ്രാഹിം. ഹാഫിദ് ഇബ്രാഹിമിന്റെ കവിതകളുടെ പ്രധാന നിർണയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. തജാറബുഹു അഷ്ശഖ്സിയ, അൽ അഫ്കാർ അൽ അജ്നബിയ, അൽ അഫ്കാർ അൽ ഫറായിന, തജാറബുഹു അസ്സിയാസിയ. ഹാഫിദ് ഇബ്രാഹിമിന്റെ കവിതകളുടെ നിർണയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ചോദ്യം. എ ബി ഡി എ എ ബി സി ഡി വന്നിട്ടുണ്ട്. ഹാഫിദ് ഇബ്രാഹിം. تجاربه الشخصية، الأفكار الأجنبية، الأفكار الفراعنة، تجاربه السياسية. ഓപ്ഷൻ എ ആണ് കേട്ടോ. തജാറബുഹു അഷ്ശഖ്സിയ, അദ്ദേഹത്തിന്റെ വ്യക്തിയാനുഭവങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രധാന നിർണയങ്ങൾ എന്ന് പറയുന്നത്. അതിലെ പ്രമേയങ്ങളെ തീരുമാനിച്ചിരുന്നതും അത് വിഷയീഭവിച്ചിരുന്നതൊക്കെ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവ പരിസരങ്ങളിൽ രൂപപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ ഹാഫിദ് ഇബ്രാഹിമിനെ കുറിച്ച്. അതുകൊണ്ട് മുമ്പൊക്കെ വളരെ മുമ്പ് ചോദിച്ചിരുന്ന ചോദ്യമാണ് അഹ്മദ് ഷൗക്കിയുടെ കവിതകളിലെ രാജ്യസ്നേഹം ഏത് രൂപ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ തന്നെ ഉള്ളിൽ ഉണ്ടായതാണ്, അല്ലെങ്കിലും ഏതെങ്കിലും അധികാര സ്ഥാനത്തിന് വേണ്ടിയോ രാജാക്കന്മാരെ പ്രീണിപ്പെടുത്താനും വേണ്ടിയോ ഉണ്ടായതല്ല എന്നുള്ള ഇത് മനസ്സിലാക്കട്ടെ. മുമ്പൊക്കെ ചോദിച്ചിരുന്നു, എനിക്ക് ചോദിക്കാറില്ല, സൂചിപ്പിച്ചെന്ന് മാത്രം. ജമാ ദീവാനു ഷെയർ ഹാഫിദ് ഇബ്രാഹിം. ഹാഫിദ് ഇബ്രാഹിമിന്റെ കവിത ദീവാനിലെ കവിതകൾ സമാഹരിച്ചതായി നാഷിറുഹു അഹ്ലുഹു. അദ്ദേഹം തന്നെയാണ്, എല്ലാ സുഹൃത്തുക്കളാണ്, പബ്ലിഷറാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരാണ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ ആരാണ് ഹാഫിദ് ഇബ്രാഹിമിന്റെ കാവ്യസമാഹാരത്തിലെ കവിതകളൊക്കെ സമാഹരിച്ചത് എന്ന് വെച്ചത്. എ ബി ഉത്തരങ്ങൾ വരുന്നുണ്ട്. എയും ബിയും തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലെ. നോക്കാം. ഓപ്ഷൻ എ ആണ് കേട്ടോ. അദ്ദേഹം തന്നെയാണ് എന്തായിട്ടുള്ളത്, അദ്ദേഹത്തിന്റെ ദീവാനിലെ കവിതകളൊക്കെ സമാഹരിച്ചിട്ടുള്ളത്. താൻ വിവിധ പത്രങ്ങളിൽ എഴുതിയതും അതുപോലെ ചില സുഹൃത്തുക്കൾക്ക് ഹൃദയസ്ഥമായി ഉണ്ടായിരുന്ന ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം കാണുന്നത് സമാഹരിക്കുന്നത്. ഓക്കെ, ഹാഫിദ് ഇബ്രാഹിം തന്നെയാണ് സമാഹരിച്ചിട്ടുള്ളത് എന്ന് കാണാം. നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ മിസ്രിയുൻ കാന ളാബിതൻ ബിൽ ജയ്ഷി വഅർസല ഇല സൂദാൻ ഫി ഹംലത്തുൽ മിസ്രിയ. ഈജിപ്ഷ്യൻ പോയറ്റാണ്. അദ്ദേഹം സൈന്യത്തിലെ ഒരു അംഗമായിരുന്നു. സുഡാനിലേക്കുള്ള ഈജിപ്ഷ്യൻ സൈന്യത്തിന്റെ നീക്കത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ആരാണ്? ഹാഫിദ് ഇബ്രാഹിം
അഹ്മദ് ഷൗഖി, മഹ്മൂദ് സാമി അൽ ബാറൂദി, ഇസ്മായിൽ സ്വദരി. എ ബി സി ഡി ആർക്കും വേണ്ട. ഹാഫിൽ ഇബ്രാഹിം, അഹ്മദ് ഷൗഖി, മഹ്മൂദ് സാമി അൽ ബാറൂദി. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഹാഫിൽ ഇബ്രാഹിമാണ്. ഹാഫിൽ ഇബ്രാഹിമാണ്. 1895 സൈനിക നീക്കം നടക്കുന്നത്. അദ്ദേഹത്തിന് അത്ര സുഖകരമായി തോന്നിയില്ല. ഭരണകാലത്തിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോരുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു കവിത എഴുതുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഹാഫിൽ ഇബ്രാഹിമാണ് ആ വ്യക്തിത്വം. നെക്സ്റ്റ് ചോദ്യം, ദുആ മഅറൂഫ് الرصافي للأستانة لتدريس العربية والإسهام في تحرير مجلة. അല്ലെ, പഠനം പൂർത്തിയാക്കി പിന്നീട് കുറച്ചു കാലം ഇറാഖിലെ വിവിധ സ്കൂളുകളിൽ ജോലി ചെയ്തു. അതിൻ്റെ അസ്താനയിലേക്ക് അദ്ദേഹത്തിന് ക്ഷണം ലഭിച്ചു. അവിടെ അറബി ഭാഷ പഠിപ്പിക്കാൻ വേണ്ടിയും അതുപോലെ ഏതോ ഒരു മജല്ലയുടെ എഡിറ്റോറിയൽ പദവി വഹിക്കാൻ വേണ്ടി, എഡിറ്റർ പദവി വഹിക്കാൻ വേണ്ടി. അത് ഏത് മജല്ലയുടേതാണ് എന്നാണ് ചോദ്യം. അൽ ആദാബ്, അൽ ഇർഷാദ്, അൽ ഹയാത്ത്, അൽ ഇഅ്ലാൻ. മജല്ലത്തുൽ ഇർഷാദിന്റെ എഡിറ്റർ പദവി വഹിക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. പിന്നീട് അദ്ദേഹം മദ്രസത്തുൽ വായിലയിൽ കുറച്ചു കാലം പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചോദ്യം, അവ്വൽ മസ്റഹിയ്യത്തിൻ കതബഹ അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖി എഴുതിയ ആദ്യത്തെ നാടകം അലി ബക്കൽ കബീർ, മജ്നൂൻ ലൈല, നസ്ര ക്ലിയോപാത്ര, അമീറത്തുൽ ഉൻദുലുസ്. അഹ്മദ് ഷൗഖിയുടെ ആദ്യത്തെ മസ്റഹിയ എഴുതി അലി ബക്കൽ കബീർ, മജ്നൂൻ ലൈല, നസ്ര ക്ലിയോപാത്ര, അമീറത്തുൽ ഉൻദുലുസ്. എല്ലാവരും ആൻസർ ചെയ്യണേ. നസ്ര ക്ലിയോപാത്രയാണ് കേട്ടോ. 1927 പബ്ലിഷ് ചെയ്യുന്നത്. നസ്ര ക്ലിയോപാത്ര എന്നുള്ളതാണ്. 1927 പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം, ഷിഅറുഹു ഹുവ സമറത്തു ലിഖാഹിൽ ആദാബിൽ ആലമിയ വൽ അറബിയ ഫി നഫ്സിൽ മിസ്രിയ. ഖാലഹു ദക്തൂർ ഷൗഖി ലൈസ് അൻ ഷാഇർ. ഏത് കവിയെ കുറിച്ചാണ് ഡോക്ടർ ഷൗഖി ലൈസ് ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നാണ് ചോദ്യം. ഷിഅറുഹു ഹുവ സമറത്തു ലിഖാഹിൽ ആദാബിൽ ആലമിയ വൽ അറബിയ ഫി നഫ്സിൽ മിസ്രിയ. അഹ്മദ് ഷൗഖി, അബ്ബാസ് മഹ്മൂദ് അൽ ലഖാദ്, ഹാഫിൽ ഇബ്രാഹിം, അബ്ദുറഹ്മാൻ ശുക്രി. ഇതിലാരെ കുറിച്ചാണ് ഡോക്ടർ ഷൗഖി ലൈസ് ഇത്തരമൊരു പരാമർശം നടത്തിയത് എന്നൊരു ചോദ്യം. ഓപ്ഷൻ എ ആണ് കേട്ടോ, അഹ്മദ് ഷൗഖിയെ കുറിച്ചാണ് ഷൗഖി ലൈസ് ഉണ്ടാക്കിയ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം, അസ്ദറത് നാസിക് മലായിക ഖിലാല മസീറത്തിഹ അശ്ശഅരിയ. നാസിക് മലായിക അവരുടെ കാവ്യ ജീവിതത്തിനിടയിൽ എത്ര മജ്മുഅ ഷീഅറുകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. 5 مجموعات شعرية، 8 مجموعات شعرية، مجموعتين شعريتين، 3 مجموعات شعرية. എത്ര കവിതാ സമാഹാരങ്ങളാണ് നാസിക് മലായിക അവരുടെ കാവ്യ ജീവിതത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 8 മജ്മുഅ ഷഈർ, 8 മജ്മുഅ ഷഈറിയാണ് ആർക്കുള്ളത്? നാസിക് മലായികക്കുള്ളത്. 1923 ജനിച്ച് 2007 നാസിക് മലായിക മരണപ്പെടുന്നത് കേട്ടോ. 8 മജ്മുഅ ഷഈറിയാണ് ഇവർക്കുള്ളത്. നെക്സ്റ്റ് ചോദ്യം, തഖറജ അൽ ബാറൂദി ഫിൽ മദ്രസത്തിൽ ഹർബിയ
സൈനിക സ്കൂളിൽ നിന്ന് ബാറൂദി ബിരുദം നേടി പുറത്തിറങ്ങിയത് അദ്ദേഹത്തിന് എത്രാമത്തെ വയസ്സിലാണെന്നാണ് ചോദ്യം. السادسة عشر من عمره، العشرين من عمره، الثامن عشر من عمره، الثانية والعشرين من عمره. ഇത് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്താണെന്നത് സൈനിക സ്കൂളിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഖല്ലഫൽ ബാറൂദി മുഖ്താറാത്തുൻ ഫിൽ നസ്ർ. നസ്രിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു മുഖ്താറാത്ത് ഉണ്ട്. അതിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. തജാറുബുൽ ഹയാത്ത്, ഖൈദുൽ അവാബിദ്, അസ്വീറത്തുൽ ഹയാത്ത്, അയ്യാമി ഫിൽ മഗ്രിബ്. മുഖ്താറാത്ത് ബാറൂദി, നസറിലുള്ള അദ്ദേഹത്തിന്റെ ഏക മുഖ്താറാത്ത്. തജാറുബുൽ ഹയാത്ത്, ഖൈദുൽ അവാബിദ്, അസ്വീറുൽ ഹയാത്ത്, അയ്യാമി ഫിൽ മഗ്രിബ്. ഓപ്ഷൻ ബി ആണല്ലേ, അദ്ദേഹത്തിന് നസറിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണിത്, ഖൈദുൽ അവാബിദ് എന്ന് പറയുന്നത്. ഖൈദുൽ അവാബിദ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. വലിദ ഖലീൽ മിത്രാൻ ലബനാനിയിൽ ജിൻസിയ വ തുവഫിയ. ഖലീൽ മിത്രാൻ ജനിച്ചത് ലബനോൻ പൗരത്വത്തോടു കൂടിയാണ്, പക്ഷെ മരണപ്പെട്ടത് എങ്ങനെയാണെന്നാണ് ചോദ്യം. മിസ്രി അൽ ജിൻസിയ, ഇറാഖ് അൽ ജിൻസിയ, ലബനാനി അൽ ജിൻസിയ, സൂരി അൽ ജിൻസിയ. ഓപ്ഷൻ എ ആണല്ലോ ആൻസർ. മിസ്രി അൽ ജിൻസിയ. അദ്ദേഹത്തിന് 2 രാജ്യത്തിന്റെയും പൗരത്വം ഉണ്ടാണ്. ഷാഇറുൽ ഖുത്രൈൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈജിപ്തും ലബനാനുമാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് ചോദ്യം. ഇൽതഹഖ അബുൽ ഖാസിം അഷ്ശാബി ബി ജാമിഅ സൈത്തൂൻ. അബുൽ ഖാസിം അഷ്ശാബി സൈത്തൂനിയ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് ഏത് വർഷമാണ്? 1923, 28, 25, 20. ഇതിലേത് വർഷത്തിലാണ് അബുൽ ഖാസിം അഷ്ശാബി സൈത്തൂനിയ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തത്? 1923, 1928, 1925, 1920. നമുക്ക് നോക്കാം. 1920 അല്ലെ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1920 അബുൽ ഖാസിം അഷ്ശാബി സൈത്തൂനിയ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ചോദ്യം. قد وضع في مقدمة ديوانه تعريفا للشعر ووظيفته فقال إن الشعر لمعة خيالية يتعلق ضميرها في سماوات الفكر. عبد الله النديم، حافظ إبراهيم، أحمد شوقي، البارودي. إن الشعر لمعة خيالية يتعلق ضميرها في سماوات الفكر എന്ന് കവിതയെ നിർവചിച്ചതാരി? അബ്ദുള്ള നദീം, ഹാഫിൽ ഇബ്രാഹിം, അഹ്മദ് ഷോഖി, അൽ ബാറൂദി. അൽ ബാറൂദി ആണല്ലേ, നേരത്തെ നമ്മൾ ഇതിന്റെ മറ്റൊരു വേർഷൻ ചർച്ച ചെയ്തതാണ്. മൂസാമി അൽ ബാറൂദിയാണ്.
നെക്സ്റ്റ് ചോദ്യം ഖലീൽ മിത്രാൻ ഷാഇറുൻ ലുബ്നാനി അസുൽ. സെയിം ചോദ്യം ഒന്ന് ഡയലൂട്ട് ചെയ്ത് ചോദിച്ചതാണ്. നോക്ക്. بقي في لبنان لآخر يومه في الحياة وتوفي في بيروت. تنصر وتوفي في بيروت. هاجر إلى مصر ثم انتقل إلى بغداد وتوفي في بغداد. هاجر إلى بغداد ثم نقول إلى مصر ثم عاد وتوفي في بغداد. تحول إلى مصر ما ആയിരിക്കും കേട്ടോ. മേ ബി ടൈപ്പോ എറർ ആയിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും ആൻസർ പറയണേ. ഇത് നമുക്ക് നോക്കാം. സോറി, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണല്ലേ, തമസ്വറ. അദ്ദേഹം ഈജിപ്ഷ്യൻ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ട്. തോഫിയ ഫി ബൈറൂത്ത്, ബൈറൂത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്താവുന്നത്, മരണപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഹദ്ദദ് അസ്സൗജുൽ ഖത്അ മിനൽ മദ്കൂരീന അദ്നാ. താഴെയുള്ളതിൽ തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. മറബൂലീഷ الرومانسية، بدر شاكر سياب الرمزية، أحمد الشوقي الواقعية، نازك الملائكة، شعر الحر. ഓപ്ഷൻ സി ആണല്ലേ, അഹ്മദ് ഷൗഖി الواقعية എന്നുള്ളതാണ് തെറ്റ്. മറ്റു മൂന്നും എന്താണ്, ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് ചോദ്യം رجعت لنفسي فاتهمت حصواتي وناديت قومي فاحتسبت حياتي എന്നുള്ളത് ആരുടെ വരികളാണ്? ഹഫീൽ ഇബ്രാഹിം, ഫദ്വ തോക്കാൻ, ഉമർ അബൂലി ഷാ, അഹ്മദ് ഷൗഖി. ഹഫീൽ ഇബ്രാഹിമിന്റെ ലുഗാൽ അറബിയുമായി ബന്ധപ്പെട്ട, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട കവിതയിൽ നിന്നുള്ള വരികളാണ്. അതായത് رجعت لنفسي فاتهمت حصاتي وناديت قومي فاحتسبت حياتي എന്ന് പറയുന്നു. നെക്സ്റ്റ് ചോദ്യം عقد مظاهرات سياسية اشترك فيها الشاعر واضطرب إلى مغادرة بلاده. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ഇദാർ ഖബ്ബാനി, അലി അഹമ്മദ് സഈദ് അഡോണിസ്, അബ്ദുൽ ഖാസിം ഷാബി, ബദർ ഷാക്കിർ സിയാബ്. മുലാഹറാത്ത് സിയാസിയ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾക്ക് ശേഷം ഇഷ്തറക ഫിഹ ഷായർ, കവിയും ഉണ്ടായിട്ടുണ്ട് അതിൽ, അതിന്റെ ഭാഗവാക്കായിട്ടുണ്ട്. വൽത്രബല മുഖാദരത്ത് ബിലാദി, പിന്നീട് അദ്ദേഹത്തിന്റെ രാജ്യം വിട്ടുപോകാൻ അദ്ദേഹം നിർബന്ധിതനായി തീർന്നു. ഇതാര് എന്നാണ് ചോദ്യം. നിസാർ ഖബ്ബാനി, അലി അഹമ്മദ് സഈദ് അഡോണിസ്, അബ്ദുൽ ഖാസിം ഷാബി, ബദർ ഷാക്കിർ സിയാബ്. സാർ മീനിങ് ഒന്നുകൂടെ പറയോ? അഖിബ മുലാഹറാത്തിൻ സിയാസിയ, രാഷ്ട്രീയമായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം, ഇഷ്തറക ഫിഹ ഷായർ, കവി പങ്കെടുത്തിരുന്നതായി, വൽത്തറബ, അദ്ദേഹം നിർബന്ധിതനായി തീർന്നു, ഇലാ മുഗാദറത്ത് ബിലാദി, തന്റെ രാജ്യം ഉപേക്ഷിച്ചു പോകാൻ. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് ചോദ്യം. ഫഹ്വയിലുള്ള ഇബാറത്താണോ ഇത്? ബദർ ഷാക്കിർ സിയാബിനെ കുറിച്ചാണ്. ബദർ ഷാക്കിർ സിയാബിനെ കുറിച്ചാണ് പരാമർശിച്ചത്. ഫഹ്വർ എന്നുള്ള ഇബാറത്താണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം ഷായിറത്തുൻ അദീബത്തുൻ കബീറത്തുൻ റായിദത്തു ഷഅർ അൽ ഹുർ. ഫദ്വ തോക്കാൻ, ലൈന അൽ ഉസ്മാൻ, നാസിഖുൽ മലായിക, ആയിഷ തൈമൂരിയ.
ഷാഇറത്തുൻ വഅജീബത്തുൻ കബീറത്തുൻ റായിദത്തു ശഅറുൽ ഹർ. റായിദ ഷെയറുൽ ഹർ ബദർ ഷാക്കിർ സിയാമാണ്. ഓക്കെ, റായിദത്തു ഷെയറുൽ ഹർ ആരാണ്? നാസിക് അൽ മലായിക്കയാണ് അല്ലെ. കോളറ എന്നുള്ളതാണ് അവരുടെ ഷെയറുൽ ഹറിലുള്ള ആദ്യത്തെ കവിത. കോളറ എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം. غير الشاعر أن الأرض العربية أرض البطولات وأنها جنة الدنيا. കവിയുടെ വീക്ഷണം അനുസരിച്ച് അന്നൽ അർദൽ അറബി, അറബ് ഭൂമികൾ, അർദുൽ ബത്തൂലാത്ത്, ധീരന്മാരുടെ ഭൂമിയാണ്. വഅന്നഹ ജന്നത്തു ദുനിയ, അതെന്താണ്? ഭൂമിയിലെ സ്വർഗമാണ് എന്ന് കൂടിയാണ് പറയുന്നത്. നാസിഖുൽ മലായിക, ഉമർ അബൂ റീഷ, അബ്ദുള്ള അൽ ബർദൂനി, ഖലീൽ മിത്രാൻ. സർവദേശീയത അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കൂടിയാണ്. അറബ് ഭൂമികൾ എന്ന് പറയുന്നത് ധീരന്മാരുടെ ഭൂമിയാണ്, അത് സ്വർഗത്തിലെ ഭൂമിയിലെ സ്വർഗമാണ് എന്ന് കൂടി പറയുന്നു. ഇതാരുടെ വാചകമാണ് എന്നാണ് ചോദ്യം. നാസിഖുൽ മലായിക, ഉമർ അബൂ റീഷ, അബ്ദുള്ള അൽ ബർദൂനി, ഖലീൽ മിത്രാൻ. ഇനി ഉണ്ടല്ലോ ആൻസറുകൾ വളരെ കുറച്ചല്ലേ വന്നിട്ടുള്ളൂ. തെറ്റിയാലും പ്രശ്നമുള്ള മക്കൾ നിങ്ങൾ ആൻസർ പറയൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചത് ശരിയാണോ എന്നും പരിശോധിക്കാലോ. ഇത് നോക്കാം. ഉമർ അബൂ റീഷയാണ് കേട്ടോ. ഉമർ അബൂ റീഷയുടെ വാചകമാണ് ഇന്നൽ അർദൽ അറബിയ്യത അർദുൽ ബത്തൂലാത്ത് വഅന്നഹാ ജന്നത്തുൽ ദുനിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. ഫഖദ് ഖാന നിസാർ ഖബ്ബാനി ബിതബഇഹി ഷാഇറൻ. നിസാർ ഖബ്ബാനി അദ്ദേഹത്തിന്റെ പ്രകൃതം കൊണ്ടതിന് ഏത് രൂപത്തിലുള്ള കവിയായിരുന്നു എന്നാണ് ചോദ്യം. ബിലാത്തിയൻ, തഖ്ലീദൻ, സിയാസിയൻ, മുതമദ്ദിദൻ. നിസാർ ഖബ്ബാനി ഏത് രൂപത്തിലുള്ള കവിയാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മുതമദ്ദിദൻ എന്നുള്ളത്. മുതമദ്ദിദൻ എന്ന എല്ലാത്തിനെയും എതിർക്കുന്ന, ഇതിനോടൊരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൻ്റെ. ഓക്കെ, ബിലാത്തി എന്ന് പറഞ്ഞാൽ കൊട്ടാര കവിയും, തഖ്ലീദന അനുകരണം, സിയാസി പൊളിറ്റിക്കൽ ആയിട്ട് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. കിതാബ് അൽ മസ്രഹിയ അസ്സിത്ത് ഹുദ ഇതാരുടെ രചനയാണ്? തൗഫീഖ് അൽ ഹക്കീം, അഹ്മദ് ഷൗഖി, അലി അഹ്മദ് ബാക്കസീർ, അസീസ് അബാമ. ഇതിനാരുടെ രചനയാണ് അസ്സിത്ത് ഹുദ എന്ന് പറയുന്നത് എന്നാണ് ചോദ്യം. ഈസിയാണല്ലേ. അഹ്മദ് ഷൗഖിയുടെ രചനയാണ്. അഹ്മദ് ഷൗഖിയുടെ രചനയാണ്. നെക്സ്റ്റ് ചോദ്യം. قال بدر الشاكر سياب أول قصيدة في الشعر الحر وعنوانها هل كان حبا. ബദർ ഷാക്കിർ സിയാബിന്റെ ഷെയറുൽ ഹുബ്ബിലുള്ള ആദ്യത്തെ കവിതയാണ് ഹൽ കാന ഹുബ്ബൻ എന്നുള്ളത്. അത് ഏത് ബഹറിലാണ് രചിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. 1947 പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, ഹൽ കാന ഹുബ്ബൻ എന്നുള്ളത് അത് ഏത് ബഹറിലാണ്? ബഹറുൽ ഖഫീഫ്, ബഹറുൽ സരിയ, ബഹറുൽ റംല്, ബഹറുൽ ഖഫീഫ്. യെസ്, ബഹറുൽ റംലിനാണ് അല്ലെ. ബഹറുൽ റംലിനാണ്. അസ്ഹാറുൻ റാബിറ എന്നുള്ള അദ്ദേഹത്തിന്റെ ദീവാനിൽ നിന്നുള്ള ഒരു കവിതയാണ് ഹൽ കാന ഹുബ്ബൻ എന്നുള്ളത്. ഷെയറുൽ ഹുറിൽ അദ്ദേഹത്തിന്റെ ആദ്യ കവിത കൂടിയാണ്. 1947 അത് പബ്ലിഷ് ചെയ്യുന്നത്. ബഹർ റംലാണ്, അത് ബഹർ റംലിലാണ് അതിന്റെ ഉള്ളത് രചിച്ചിട്ടുള്ളത് എന്ന് കാണുന്നത്. നെക്സ്റ്റ് ചോദ്യം. മനക്കാല ഖസീദത്തുൽ മദ്കൂറത്തി അദ്നാ لكم خرافة في غاية اللطافة أتت من الهند لنا وترجموها قبلنا إلى لغات شمة لأن فيها حكمة. دارد ورقلان حسن إبراهيم، أحمد شوقي، صلاح عبد الصبور، عمر أبو ريشة. ശ്രദ്ധിച്ച് ആൻസർ പറയണേ. ഒരാൾ സി പറയുന്നുണ്ട്, എല്ലാവരും സി പറയാൻ നിൽക്കണ്ട. ശരിയായി പോകണം എന്നില്ല.
എ സി നിങ്ങൾ ഉത്തരങ്ങളാണ് വന്നിട്ടുള്ളത് കൂടുതലായി. ബിയും വന്നിട്ടുണ്ട്. നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ. അഹമ്മദ് ഷോക്കിയുടെ വരികളാണ്. അഹമ്മദ് ഷോക്കിയുടെ വരികളാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഷായറുള്ളതി തറബാത്തുൽ ഖസർ, രാജകൊട്ടാരത്തിൽ വളർന്ന കവിയാണ്. അഹമ്മദ് സക്കി അബു ഷാബി, അഹമ്മദ് ഷോക്കി, അഹമ്മദ് നഫർ, അബുൽ ഖാസിം ഷാബി. ഇതിൽ രാജകൊട്ടാരത്തിൽ വളർന്നു വന്ന കവിയാര്? അഹമ്മദ് സക്കി അബു ഷാബി, അഹമ്മദ് ഷോക്കി, അഹമ്മദ് നഫർ, അബുൽ ഖാസിം ഷാബി. ഓപ്ഷൻ ബി ആണല്ലേ, അഹമ്മദ് ഷോക്കിയാണ്. അഹമ്മദ് ഷോക്കിയുടെ പിതാവ് എന്തായിരുന്നു? വളരെ ദൂർത്തായി ജീവിച്ചിരുന്ന, പാരമ്പര്യമായി കിട്ടിയ സ്വത്തുക്കളൊക്കെ ദൂർത്തടിച്ചും ചൂതാട്ടം കളിച്ചൊക്കെ നശിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇദ്ദേഹത്തെ നോക്കിയത് ഇദ്ദേഹത്തിന്റെ വല്യമ്മയാണ്. വല്യമ്മ ഹബീബുകളുടെ കൊട്ടാരത്തിലെ ഒരു ജോലിക്കാരിയായിരുന്നു. വല്യമ്മയുടെ സംരക്ഷണയിലാണ് അദ്ദേഹം എന്താവുന്നത്, വളർന്നു വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം രാജകൊട്ടാരത്തിലാണ് അഹമ്മദ് ഷോക്കി അവിടെ വളരുന്നത്. ഓക്കെ, അഹമ്മദ് ഷോക്കി. നെക്സ്റ്റ് ചോദ്യം, മാഹുൽ ഇസ്മുൽ അസ്ലി ഷായർ അഡോണിസ്. അഡോണിസിന്റെ യഥാർത്ഥ പേരെന്ത്? അലി അഹമ്മദ് സയ്യിദ്, ഹസൻ അഹമ്മദ് സയ്യിദ്, ഹുസൈൻ അഹമ്മദ് സയ്യിദ്, മുഹ്സിൻ അഹമ്മദ് സയ്യിദ്. ഇതിൽ അലി അഹമ്മദ് സയ്യിദ് ആണ്, ഹസൻ അഹമ്മദ് സയ്യിദ് ആണ്, ഹുസൈൻ അഹമ്മദ് സയ്യിദ് ആണ്, മുഹ്സിൻ അഹമ്മദ് സയ്യിദ് ആണ്. ഏതാണ് അഡോണിസിന്റെ യഥാർത്ഥ പേര് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ എ ആണ് അല്ലെ, അഡോണിസിന്റെ പേരെന്താണ്? അലി അഹമ്മദ് സയ്യിദ് അഡോണിസ് എന്നുള്ളതാണ്. അലി അഹമ്മദ് സയ്യിദ് അഡോണിസ് എന്നുള്ളതാണ്. 17-ാം വയസ്സിലാണ് അദ്ദേഹം ഈ പേര് സ്വീകരിക്കുന്നത്. എന്താണ് ഈ അഡോണിസ് എന്നുള്ള പേരിന്റെ അർത്ഥം? അഡോണിസ് എന്നുള്ള പേരിന്റെ അർത്ഥം എന്താണ്? ഗ്രീക്ക് ദേവതയാണ്. ക്ഷേമത്തിന്റെ ദേവത, ക്ഷേമത്തിന്റെ ദേവതയാണ് അല്ലെ ഗ്രീക്കുകാരുടെ. ക്ഷേമത്തിന്റെ ദേവതയാണ് എന്ന് പറയുന്നത് അഡോണിസ് എന്ന് പറയുന്നത്. 17-ാം വയസ്സിലാണ് അദ്ദേഹം ഈ പേര് സ്വീകരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം മാച്ച് ദ ലിസ്റ്റ് ആണ്. അൽ ബാറൂദി, അഹമ്മദ് സക്കി അബു ഷാബി, മിഖായിൽ നഈമ, നാസിക് മലായിക. ലിസ്റ്റ് 2, മദ്രസത്തുൽ ഷിഅർ അൽ ഫർറ്, മദ്രസത്തുൽ ഇഹ്തിയാഇ വൽ ബഅസ്, മദ്രസത്ത് അപ്പോളോ, റാബിത്തത്തുൽ ഖലമിയ. ഓപ്ഷൻ ബി ഉണ്ട്, താഴോട്ട് ഒന്നുമില്ല, ഫോണ്ട് ഉണ്ട്. ഓപ്ഷൻ ബി ആണല്ലോ ആൻസർ. നമുക്കറിയാം ബാറൂദി എന്താണ്? മദ്രസത്തുൽ ഇഹ്യാഇ വൽ ബഅസ്. അഹമ്മദ് സക്കി അബു ഷാബി എന്തിന്റെ ആളാണ്? അപ്പോളോ. മദ്രസത്ത് അപ്പോളോന്റെ ആളാണ്. മിഖായിൽ നഈമ, റാബിത്തത്തുൽ ഖലമിയ, നാസിഖുൽ മലായിക, മദ്രസത്ത് ഷിഅർ അൽ ഫർറ്. നെക്സ്റ്റ് ചോദ്യം, റത്തിബ് ശുഅറ അൽ മദ്കൂരിൻ അദ്നാഹു ഹസ്ബ തവാരീഖ് മീലാദി. ജനന ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അഹമ്മദ് ഷോക്കി, ഖലീൽ മിത്രാൻ, മാറൂഫ് വസാഫി, ഹാഫിൽ ഇബ്രാഹിം. ജനന ഓർഡർ അനുസരിച്ചാണ് കേട്ടോ ക്രമീകരിക്കേണ്ടത്. അഹമ്മദ് ഷോക്കി, ഖലീൽ മിത്രാൻ, മാറൂഫ് വസാഫി, ഹാഫിൽ ഇബ്രാഹിം.
നോക്കാം. ഓപ്ഷൻ എ ആണല്ലോ ആൻസർ. ആദ്യം ആരാണ്? അഹമ്മദ് ഷൗക്കയാണ്. 1868 അഹമ്മദ് ഷൗക്കി ജനിക്കുന്നത്. ശേഷം ആരാണ് വരിക? ഹഫീദ് ഇബ്രാഹിമാണ് 1871. പിന്നീട് ഖലീൽ മിത്രാൻ 1872. മാറൂഫ് റുസാഫി 1875. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ചോദ്യം. റത്തിബ് ഷുഅറാൽ മദ്കൂരിൻ അദ്നാ ഹസ്ബ തവാരീഖ് വഫാത്തിൽ. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മഹ്മൂദ് ദർവീഷ്, അബ്ദുള്ള അൽ ബർദൂനി, മാറൂഫ് റുസാഫി, ബദർ ഷാക്കിർ സിയ്യാബ്. മരണ ഓർഡർ അനുസരിച്ചാണ് ക്രമീകരിക്കേണ്ടത്. ഓക്കെ, ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മഹ്മൂദ് ദർവീഷ്, അബ്ദുള്ള അൽ ബർദൂനി, മാറൂഫ് റുസാഫി, ബദർ ഷാക്കിർ സിയ്യാബ്. എല്ലാവരും ആൻസർ പറയണേ. ഇനിയുണ്ടല്ലോ, ആളുകളുണ്ടല്ലോ. ആൻസർ പൂർണ്ണമായിട്ടില്ല. മഹ്മൂദ് ദർവീഷ്, അബ്ദുള്ള അൽ ബർദൂനി, മാറൂഫ് റുസാഫി, ബദർ ഷാക്കിർ സിയ്യാബ്. ബി, സി, ഡി, അങ്ങനെ എയും വന്നിട്ടുണ്ട്. വേറെ എല്ലാം ആയിട്ടുണ്ടല്ലേ. ഇത് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി. അതായത് ആദ്യം മാറൂഫ് റുസാഫിയാണ്. 945 അദ്ദേഹം മരണപ്പെടുന്നത്. 1875 ജനിച്ച് 945 മാറൂഫ് റുസാഫി മരണപ്പെടുന്നത്. ശേഷം ബദർ ഷാക്കിർ സിയ്യാബാണ്. 1926 ജനിച്ച് 964 ബദർ ഷാക്കിർ സിയ്യാബ് മരണപ്പെടുന്നത്. പിന്നീട് വരുന്നത് അബ്ദുള്ള അൽ ബർദൂനിയാണ്. 1929 ജനിച്ച് 999 അബ്ദുള്ള അൽ ബർദൂനി മരണപ്പെടുന്നത്. ഏറ്റവും ലാസ്റ്റ് മഹ്മൂദ് ദർവീഷാണ്. 1941 ജനിച്ച് 2008 മഹ്മൂദ് ദർവീഷ് ഉണ്ടാകുന്നത്, മരണപ്പെടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ചോദ്യം. മിൻ ഉസ്റത്തിൽ ഷാഇറ അൽ വാലിദാനി ഷാഇറാനി അൽ ഖാലാനി ഷാഇറാനി വാലിദ അൽ ജദ്ദത്തി ഷാഇറി. മറബൂരി ഷാ, മഹ്മൂദ് ദർവീഷ്, ഫദ്വ തോക്കാൻ, നാസിഖുൽ മലായിക. അവരുടെ കുടുംബത്തിൽ മാതാപിതാക്കളും അവരുടെ അമ്മയുടെ സഹോദരന്മാരും വല്യമ്മയുടെ പിതാവും ഒക്കെ കവിയാണ് എന്ന് പറയുന്നത്. ഒക്കെ കവി കുടുംബമാണ്. ആരുടേതാണ് ചോദ്യം? ഉമർ ഷാ, മഹ്മൂദ് ദർവീഷ്, ഫദ്വ തോക്കാൻ, നാസിഖുൽ മലായിക. ഓരോന്നും ഇങ്ങോട്ടെടുക്ക്. നമുക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. നാസിഖ് മലായിക്കയെ കുറിച്ചാണ് പറയുന്നത്. നമ്മളിതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ, അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോവാണ്. നെക്സ്റ്റ് ചോദ്യം മാച്ച് ദ ലിസ്റ്റ് ആണ്. നെക്സ്റ്റ് 1 സലാഹുദ്ദീൻ സബൂർ, അബ്ദുൽ വഹാബ് അൽ ബയാത്തി, മഹ്മൂദ് ദർവീഷ്, ബദർ ഷാക്കിർ സിയ്യാബ്. ഇസ്ജു മലായികത്തുന ഷയാത്തീൻ, അഹിബ്ബക വലാ അഹിബ്ബക, അസ്ഹാർ മഅസാത്തിർ, അന്നാസ് ഫീ ബലാദി. നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് ആൻസർ അല്ലെ. ഓപ്ഷൻ ബി ആണ്. മലായികത്തുന ഷയാത്തീൻ എന്നുള്ളത് ആരുടേതാണ്? മലായികത്തുന ഷയാത്തീൻ ആരുടെയാണ്? അബ്ദുൽ വഹാബ് അൽ ബയാത്തിയുടേതാണ്. ശേഷം അഹിബ്ബക വലാ അഹിബ്ബക, മഹ്മൂദ് ദർവീഷിൻ്റെതാണ്. അഹിബ്ബക വലാ അഹിബ്ബക എന്ന് പറയുന്നത്. അസ്ഹാർ അസാത്തീർ
അസ്ഹാറും വസാത്തീർ ആരുടേതാണ്? ബദർ സയ്യാബ് പറയുന്നു. സിയാബിൻ്റെതാണ്. അന്നാസു ഫീ ബിലാദി എന്നുള്ളത് സലാഹ് അബ്ദുൽ സബൂറിന്റെ രചനയാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. റത്തിബ് ഷുഅറാൽ മദ്കൂരിന ബിനാ ഹസ്ബ തവാരീഖി വഫാത്തിഹി. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറയുന്നത്. കദവ തൊക്കാൻ, നിസാർ ഖബ്ബാനി, നാസിഖുൽ മലായിക, ഉമർ അബൂ ഹിഷാം. മരണ ഓർഡർ അനുസരിച്ചാണ് ക്രമീകരിക്കേണ്ടത്. കദവ തൊക്കാൻ, നിസാർ ഖബ്ബാനി, നാസിഖുൽ മലായിക, ഉമർ അബൂ ഹിഷാം. എ ബി സി ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ ആണ്. ആദ്യം ഉമർ അബൂ ഹിഷാം 1912 ജനിച്ച് 1990 ഉമർ അബൂ ഹിഷാം മരണപ്പെടുന്നത്. ശേഷം വരുന്നത് നിസാർ ഖബ്ബാനിയാണ്. 1923 ജനിച്ച് 1998 നിസാർ ഖബ്ബാനി മരണപ്പെടുന്നത്. ശേഷം വരുന്നത് ഫതവ തോക്കാൻ 1917 ജനിച്ച് 2003 മരണപ്പെടുന്നു. അവസാനം നാസിഖുൽ മലായിക 1923 ജനിച്ച് 2007 മരണപ്പെടുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓർഡർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. മസ്രഹിയത്ത് മിൻ മസ്രഹിയാത്തി ഷൗഖി ലൈസത്ത് താരിഖിയത്ത്. ഷൗഖിയുടെ നാടകങ്ങളിൽ ഹിസ്റ്റോറിക്കൽ അല്ലാത്ത നാടകം എഴുതിയെന്നാണ് ചോദ്യം. അലി ബക്കൽ കബീർ, അൽ ബഖീല, നസ്ര ക്ലിയോപാട്ര, അലി ബക്കൽ കബീർ. ഓപ്ഷൻ ബി ആണല്ലേ, ബഖീല എന്നുള്ളത്. മറ്റ് 3 നാടകങ്ങൾ എന്താണ്? ചരിത്രം പ്രമേയമായി വരുന്ന നാടകങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ് ചോദ്യം. റത്തിബ് ഷുഅറാൽ മദ്കൂരിന അതിനെ ഹസ്ബ തവാരീഖി വഫാത്തിഹി. മരണ ഓർഡർ അനുസരിച്ച് ക്രമീകരിക്കാൻ നാസിഖുൽ മലായിക, റഷീദ് സലീം അൽ ഖൂരി, അബ്ദുൽ വഹാബ് അൽ ബയാത്തി, ഇലിയ അബൂ മാലിക്. ഇനി ശ്രദ്ധിച്ചാൽ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് കേട്ടോ. നാസിഖുൽ മലായിക, റഷീദ് സലീം അൽ ഖൂരി, അബ്ദുൽ വഹാബ് അൽ ബയാത്തി, ഇലിയ അബൂ മാലിക്. ഓപ്ഷൻ സി ആണല്ലേ. ഓപ്ഷൻ സി ആണ്. നാസിഖ് മലായിക ആണ് ലാസ്റ്റ് മരണപ്പെടുന്നത്. എ 4ാമത് വരുന്ന ഒറ്റ ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ സി ആണ് അല്ലേ. ആദ്യം ഡി ഇലിയ അബൂ മാലിയാണ്. ഇലിയ അബൂ മാലി വർഷം പറയൂ. ഇലിയ അബൂ മാലിയുടെ വർഷം പറഞ്ഞ പെട്ടെന്ന്. 889 ജനിച്ച് 987 മരണപ്പെട്ടു ഇലിയ അബൂ മാലി. ഓക്കെ, നെക്സ്റ്റ്. റഷീദ് സലീം അൽ ഖൂരി പെട്ടെന്ന്. റഷീദ് സലീം അൽ ഖൂരി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതും ചർച്ച ചെയ്തൊക്കെയാണ്. റഷീദ് സലീം അൽ ഖൂരിയുടെ ഒക്കെ. റഷീദ് സലീം അൽ ഖൂരി മക്കളെ ആരുല്ലേ? 84. ഏത് വർഷമാണ് ജനിച്ചത്? 1887 ജനിച്ചു. 1984 മരണപ്പെട്ടു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. അബ്ദുൽ വഹാബ് അൽ ബയാത്തി. 1926. 26 മരണപ്പെടുന്നു. അല്ല, ജനനം ബയാത്തി 1926 ജനിച്ചു. 1999 മരിച്ചു. ഓക്കെ, ലാസ്റ്റ് നാസിഖുൽ മലായിക. 1923 ജനിച്ചിട്ട് 2007. നെക്സ്റ്റ് ചോദ്യം. തസവ്വറ മിസ്ര ക്ലിയോപാട്ര ലാസ മിസ്ർ വസുഖൂത്തുഹാ ഫി ഐദ്. മിസ്ര ക്ലിയോപാട്ര എന്ന നാടകത്തിൽ ഈജിപ്ത്
ഏത് രാജ്യത്തിന്റെ കയ്യിൽ അകപ്പെടുന്നതിനെ സംബന്ധിച്ചാണ് അഹമ്മദ് ഷൗക്കി ചിത്രീകരിക്കുന്നത് എന്നാണ് ചോദ്യം. അൽ ഫാരിസ്, അൽ ഇംഗ്ലീസ്, അൽ റോമാൻ, അൽ ഫ്രൻസിജി. ഓപ്ഷൻ സി ആണല്ലേ, റോമക്കാരുടെ കയ്യിൽ ഈജിപ്ത് അകപ്പെടുന്നതിനെ കുറിച്ചാണ് അതിന് ചർച്ച. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വിക്കിപീഡിയ അടിച്ചാൽ ഒരു ഡീറ്റെയിൽസ് കിട്ടും. നെക്സ്റ്റ് في عام 1947 نظمت ليش قصيدة الكوليرا تصورت فيها مشاعرها أنه مصر حين داهمها وباء الكوليرا ويعدها بعض النقاد أفضل قصيدة في الشعر فقط. 1947 എഴുതപ്പെട്ടതാണ് കോളറ എന്നുള്ള കവിത. അതിൽ കവി ഈജിപ്തിനെ ആകമാനം വന്നഭവിച്ച കോളറ എന്ന വിപത്തിനെ കുറിച്ചാണ് അതിൽ ചിത്രീകരിക്കുന്നത്. ചില നക്കദ്യങ്ങൾ അത് ഷേറുൽ ഹുറയിലുള്ള ആദ്യത്തെ കവിതയായി കണക്കാക്കിയിരുന്നു. ഇതാരാണ് ആ കവിത എഴുതിയതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നാസിഖുൽ മലായിക്ക, ഖുദവ തൊക്കാൻ, മൽജിദ് സിയാദ, ആയിഷ തൈമൂറിയൻ. നമ്മൾ പറഞ്ഞു അല്ലേ, നാസിഖ് മലായിക്കയാണ് 1947 ഇത് എഴുതുന്നത് എന്നൊക്കെ ചർച്ച ചെയ്ത് പോയതാണ്. നെക്സ്റ്റ് ചോദ്യം. هناك 3 حالات يشبه فيها العلم الشرعي: حالة الجنون، وحالة الشعر، وحالة التعرف على امرأة مدهشة مثلك. وأنا لحسن حظي أعاني من الحالات الثلاث. قال العبارة الشاعر السوري المعروف بشاعر المرأة. شاعر المرأة എന്ന പേരിൽ അറിയപ്പെടുന്ന സിറിയൻ പോയറ്റിന്റെ ഇബാറത്താണിത്, വരികളാണ്. ഇത് ആരാണെന്നാണ് ചോദ്യം. ഹന്നാമീന, ഉമർ അബൂരീഷ, ബദ്വി, അൽ ജബൽ, നിസാർ ഖബ്ബാനി. ഓപ്ഷൻ ഡി ആണല്ലേ, നിസാർ ഖബ്ബാനിയുടെ വരികളാണ്. ഷാഇറുൽ മറ എന്നറിയപ്പെടുന്നവരാണ് നിസാർ ഖബ്ബാനിയാണ്. അദ്ദേഹത്തിന്റെ വരികളാണ്. അദ്ദേഹത്തിന്റെ ഒരു കാവ്യ സമാഹാരത്തിന് മുഖദ്ദിമയിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, കുറെ മുമ്പ് നോക്കിയതാണ്. നെക്സ്റ്റ് ചോദ്യം. ബദർ ഷാക്കിർ സയ്യാബ് തഅസ്സറ ഫി ശഅരിഹി ബിഅഹദി ശുഅറാ ഇൻജിൽതറ അൽ മദ്കൂരിൻ അദ്നാഹു. താഴെ പറയുന്ന ഏതോ ഒരു ഇംഗ്ലീഷ് പോയറ്റ് ബദർ ഷാക്കിർ സയ്യാബിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത് ആര് എന്നാണ് ചോദ്യം. വില്യം ബ്ലേക്ക്, ഈലിയറ്റ്, ഈഡ്സ്, തോമസ് ഹാർഡി. വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ബി, സി, ഡി ഒക്കെ വരുന്നുണ്ട്. നോക്കാം. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ. ഏലിയറ്റിന്റെ കവിതകളാണ് ബദർ ഷാക്കിർ സയ്യാബിന് എന്തായിട്ടുള്ളത് വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കണേ, നമ്മൾ ചർച്ച ചെയ്തതാണ് ക്ലാസ്സുകളിലൊക്കെ. നെക്സ്റ്റ് ചോദ്യം. അയ്യനിൽ ജവാബ് സഹീഹ് അനി തസ്രീഹൈനിൽ മദ്കൂറൈനി അദ്നാഹു. താഴെയുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ ഇതിൽ നിന്ന് ഏത് ഓപ്ഷൻ നോക്കി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. قاد أدونيس ثورة الحداثية في النصف الثاني من القرن العشرين وكان له تأثير جلجاري على الشعر العربي. أدونيس أعظم شاعر حي في مصر. أدونيس എന്തായിട്ടുണ്ട്? പിന്നെ സൗറത്തൻ ഹദാസ്, മോഡേണിസം എന്നുള്ള വിപ്ലവം നയിച്ചിട്ടുണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യപാദങ്ങളിൽ. അഥവാ കവിതയിൽ അദ്ദേഹത്തിന് എന്നത് അതിഗംഭീരമായ സ്വാധീനമുണ്ട് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് അഡോണിസ് എന്താണ്, ഇന്നും ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്ന കവിയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണല്ലോ ആൻസർ. ഒന്നാമത്തേത് ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. രണ്ടാമത്തെ എന്താണ് തെറ്റിയത്? സൂര്യയാണ് അദ്ദേഹം. എവിടെ? അഡോണീസ് സൂര്യയാണ്. ഇപ്പൊ ജീവിക്കുന്നത് ബ്രിട്ടനില്. ബ്രിട്ടനിലാണോ? ജീവിച്ചിരിക്കുന്നത് ബ്രിട്ടനിലാണോ? ബൈറൂത്തിലാണോ? യൂറോപ്യൻ കൺട്രിയിലാണ്. ഫ്രാൻസിലാണ്. ബ്രിട്ടനിൽ ജീവിക്കുന്നത് ടിസ്സ കസീറിലുള്ള ആളാണ്. ആരാണ്? പെട്ടെന്ന് പറയും. ബ്രിട്ടനിൽ ജീവിക്കുന്നത് ടിസ്സ കസീറിലുള്ള ആളാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. 1982 മുതൽ സക്കരിയ താമറിയസ്. അദ്ദേഹം 1982 മുതൽ എന്താണ് ബ്രിട്ടനിലാണ്. ഓക്കെ. നിസാർ ഖബ്ബാനി ഫ്രാൻസിൽ നിന്ന് പാരീസിലാണ് ജീവിക്കുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ചോദ്യം سلم في العمود ألف مع ما يناسبه في العمود باء. ودرشاك السيابي لذان قباني عمر أبو ريشا قدوات توقع. قنديل أخضر على باب دمشق مشهودة المطر أمام باب المغلق ديوان بيت وبيان. തുടങ്ങി കവിതാ സമാഹാരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എ സി ഉത്തരങ്ങളാണ് കൂടുതൽ വരുന്നത്. നമുക്ക് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. വളരെ ഈസി ക്വസ്റ്റ്യൻ കൂടിയാണ്. നമുക്ക് ബദർഷാക്കർ സിയാബിൻ്റെതാണ് മുഷ്ഹൂദത്തുൽ മത്തർ. 1 ബി വരുന്ന മറ്റ് ഓപ്ഷനുകൾ ബദർഷാക്കർ സിയാബ്, മുഷ്ഹൂദത്തുൽ മത്തർ, നിസാർ ഖബ്ബാനി, തൻദീൽ അഖ്ളർ അലാ ബാബി ദിമഷ്ക്, മറബൂരിഷ, ദീവാൻ ബൈത്തുൽ ബയാൻ അഥവാ തോക്കാണ്ടതാണ് അമാമ ബാബുൽ മുഗ്ലഖ് എന്ന് പറയുന്ന രചന. ഓക്കെ, സി ആണ് ആൻസർ. നെക്സ്റ്റ് വരും കിതാബ് ഖൈദുൽ അവാബിദ് തൈലീഫാത്തി. ആരുടെ രചനയാണ് ഖൈദുൽ അവാബിദ് എന്ന് പറയുന്നത്? അഹ്മദ് ഷൗക്കി, അബുൽ ഖാസിം ഷാബി, മഹ്മൂദ് സാമി അൽ ബാറൂദി, അബ്ദുല്ലാ അൽ ബർദൂനി. ആരുടെ രചനയാണ് ഖൈദുൽ അവാബിദ് എന്ന് പറയുന്നത്? മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു മുഖ്താറാത്ത് നസ്റിൽ അദ്ദേഹത്തിന്റെ മുഖ്താറാത്ത് എഴുതി എന്ന് ചോദിച്ചിട്ട് ഇതേ ക്വസ്റ്റ്യൻ തിരിച്ച് ഉള്ള രൂപത്തിൽ വന്നിരുന്നു. ഓക്കെ, ഖൈദുൽ അവാബിദ് മഹ്മൂദ് സാമി അൽ ബാറൂദിയുടേതാണ്. നെക്സ്റ്റ് ചോദ്യം ഷാഇർ യമനി മഖ്ഫൂഫ് അൽ ബസ്വർ الذي عصيته في العالم العربي هو علي أحمد سعيد أدونيس, نزار قباني, محمود درويش, عبد الله البردوني. യമൻ കവിയാണ്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടതാണ്. അറബ് ലോകത്ത് വിഖ്യാതനായ വ്യക്തിത്വമാണ് അദ്ദേഹം. ആര് എന്നാണ് ചോദ്യം. അലി അഹ്മദ് സയ്യിദ് അഡോണിസ്, നിസാർ ഖബ്ബാനി, മഹ്മൂദ് ദർവീഷ്, അബ്ദുല്ല അൽ ബർദൂനി. യെസ്, അബ്ദുല്ല അൽ ബർദൂനി. 929 ജനിച്ച് 999 മരണപ്പെട്ട കവി കൂടിയാണ്. യമൻകാരനായ അബ്ദുല്ല അൽ ബർദൂനി. മഅരി അൽ യമൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾ കൂടിയാണ് ഒരു അബ്ദുല്ല അൽ ബർദൂനി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം കിതാബ് അൽ മൂജദ് ഫി ഇൽമിൽ ഇഖ്തിസാദ് തർജമഹു ഖലീൽ മിത്രാൻ മിനൽ ഫറൻസിയ. ആരൊക്കെ ചേർന്നിട്ടാണ് ഖലീൽ മിത്രാനോടൊപ്പം ആരാണ് ഈ കൃതി ഫ്രഞ്ച് ഭാഷയിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാൻ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. 5 ജുസുകളുള്ള ഒരു പുസ്തകമാണിത്. അൽ മൂജദ് ഫി ഇൽമിൽ ഇഖ്തിസാദ് എന്ന് പറയുന്നത്. ഓപ്ഷൻസ് അഹ്മദ് ഷൗക്കി, മറബൂരി ഷാ, ഹാഫിദ് ഇബ്രാഹിം, ബദർ ഷാക്കിർ സിയ്യാർ. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണ് അല്ലേ. ഹാഫിദ് ഇബ്രാഹിമും ഖലീൽ മിത്രാനും ചേർന്ന് ട്രാൻസ്ലേഷൻ ചെയ്ത പുസ്തകമാണ് അൽ മൂജദ് ഫി ഇൽമിൽ ഇഖ്തിസാദ് എന്ന് പറയുന്നത്. 5 ജുസുകളാണ് അത്. ലക്ഷ്യതാണ് മസ്രഹിയത്ത് ഷഅരിയ റായാത്ത് ദിഖാർ എന്നുള്ള മസ്രഹിയ ഷെയരിയുടെ രചയിതാവാരും മറബൂരി ഷാ, മഹ്മൂദ് ദർവീഷ്, അബ്ദുല്ല അൽ ബർദൂനി, മഹ്മൂദ് സാമി അൽ ബാറൂദി. ഇത് തെറ്റിക്കല്ല മക്കളെ, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. മഹ്മൂദ് ദർവീഷ്, അബ്ദുല്ല അൽ ബർദൂനി, മഹ്മൂദ് സാമി അൽ ബാറൂദി, മറബൂരി ഷാ. ഓപ്ഷൻ എ ആണ്, മറബൂരിഷാണ്. മറ്റു 3 ആളുകളും മസ്രഹിയ ഷെയരിയിൽ രചന നടത്തിയിട്ടന്നില്ല. മഹ്മൂദ് ദർവീഷ് ആയാലും അബ്ദുല്ല അൽ ബർദൂനി ആയാലും മഹ്മൂദ് സാമി അൽ ബാറൂദി ആയാലും ഒരു 3 പേർക്കും എന്തില്ല, മസ്രഹിയ ഷെയരി എന്നുള്ള രചന ഇല്ല എന്ന് തന്നെയാണ് എന്റെ ഓർമ്മ. ഓക്കെ, മറബു റീഷയാണ് ഇതിന്റെ ആൻസർ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം سلم في العمود ألف مع لده في العمود باء. نزار قباني, عبد الله البردوني, فضوى توقان, نازك الملائكة, وحدي مع الأيام, عاشقة الليل, في طريق الفجر, وأنت لي.
നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണല്ലേ ആൻസർ. ഓപ്ഷൻ ഡി ആണ്. നിസാർ ഖബാനയുടേതാണ് ഇത് അൻതലി എന്നുള്ളത്. അബ്ദുള്ള അൽ ബർദൂനിയുടേതാണ് ഇത് ഫി ത്വരീഖ് അൽ ഫജർ. അഥവാ തോക്കാൻ്റെതാണ് വഹ്ദി മഅൽ അയ്യാം അല്ലേ, വഹ്ദി മഅൽ അയ്യാം. നാസിക് അൽ അയ്ക്കയുടേതാണ് അഷ്ഖത്തുൽ ലൈൽ എന്ന് പറയുന്നത്. നിശ്ചയം ഷായറും ഷാരക ഫി ഹർബി തബഖാത്ത് ബൈന തുർക്കിയ വ റൂസിയ. ഒട്ടോമൻ തുർക്കിയുടെ റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത കവിയാര്? ജിബീൽ സിജത്തി അസ്സഹാവി, അഹ്മദ് സക്കി അബു ഷാദി, മുഹമ്മദ് സാമി അൽ ബാറൂദി, ഹാഫിൽ ഇബ്രാഹിം. ആൻസറുകൾ വരട്ടെ. മുഹമ്മദ് സാമി അൽ ബാറൂദിയാണ് അല്ലെ. റഷ്യയും ഒട്ടോമൻ തുർക്കിയും തമ്മിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തികളാണ് മുഹമ്മദ് സാമി അൽ ബാറൂദിയാണ്. كان الشاعر أبو القاسم الشعبي ينتسب إلى جماعة الديوان، الرابطة القلمية، جماعة أبولا، العصبة الأندلسية. ഏതിന്റെ വക്താവായിരുന്നു അബുൽ ഖാസിം ഷാബി? ഓപ്ഷൻ സി ആണല്ലേ, ജമാഅത്ത് അപ്പോളയുടെ അംഗമായിരുന്ന ഒരു അബുൽ ഖാസിം ഷാബി എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഷാഇറുൻ ഉഖ്തിറ ഉൽവൻ ഫിൽ ലജ്നത്തി തൻഫീദിയ ലിമുനظമത്തി തഹ്രീർ ഫലസ്തീൻ. 1987 PLOയുടെ പാലസ്തീനിയൻ ലിബറേഷൻ മൂവ്മെന്റിന്റെ അംഗമായി തീർന്ന കവിയാര്? മഹ്മൂദ് ഹസൻ ഇസ്മായിൽ, മഹ്മൂദ് ആരിഫ്, മഹ്മൂദ് ദർവീഷ്, മഹ്മൂദ് അബു അലിഫ. ഇതിലാരാണ് PLOയുടെ അംഗത്വമുള്ള കവി എന്നുള്ള ചോദ്യം? അദ്ദേഹം ചർച്ചയ്ക്കില്ല അല്ലേ. ഷിസിയാണ് മഹ്മൂദ് ദർവീഷ് തന്നെയാണ് ആൻസർ. മഹ്മൂദ് ദർവീഷ് തന്നെയാണ് ആൻസർ. നെക്സ്റ്റ് ഷാഇർ അൽ അറബി അല്ലദീ കാന സഫീറൻ ലിബിലാദിഹി ഫിൽ ഹിന്ദ്. അബ്ദുൽ മുഅത്തി അൽ ഹിജാസി, നാസിക് അൽ മലായിക, ഉമർ അബൂ ഈസ, ഉമർ ബഹ അൽ അമീരി. നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആണല്ലേ, ഉമർ അബൂ ഈസയാണ്. അദ്ദേഹം 2 വട്ടം ഉണ്ടായിട്ടുണ്ട് സിറിയൻ അംബാസിഡർ ആയിട്ട് ഇന്ത്യയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. 1984 മുതൽ 88 വരെയും 64 മുതൽ 70 വരെയും അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ സിറിയൻ അംബാസിഡർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം. ഇംലൽ ഫറാഖ് ഫിൽ ഇബാറത്തി താലിയ ബിൽ ഖിയാർ അൽ മുനാസബ്. ولد في القاهرة عام 1838 وتيتم صغيرا فاعتنى به أبوه لتعليمه وتثقيفه، والتحق بالمدرسة الحربية. سافر إلى إنجلترا وفرنسا ودرس نظام الجيش. ولما شبت الثورة العرابية كان من خائل غمارها في طليعة الشعراء في الحديث. أحمد شوقي، رشيد سليم الخوري، حافظ إبراهيم، محمود سامي البارود. ഓക്കെ, നോക്കാം. മഹ്മൂദ് സാമി അൽ ബാറൂദിയെ കുറിച്ചാണ് 1838 അദ്ദേഹം ജനിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഒറാബി വിപ്ലവത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ശ്രീലങ്കയിലേക്ക് നാട് കടത്തുന്ന 1882. ഓക്കെ, മഹ്മൂദ് സാമി അൽ ബാറൂദി ഉണ്ട്. നെക്സ്റ്റ് ചോദ്യം. വഫഖ് ബൈന അൽ മജ്മുഅത്തൈൻ. അഗാനി അൽ ഹയാത്ത്, ദീവാൻ നിസാ, വഹ്ദി മഅൽ അയ്യാം, അർളു ബിൽഖീസ്. നോക്കി, അഗാനി അൽ ഹയാത്തും വഹ്ദി മഅൽ അയ്യാം എല്ലാ ക്വസ്റ്റ്യനിലും കാണുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകമാണ് കേട്ടോ, വഹ്ദി മഅൽ അയ്യാം. പാർട്ട് ബി അബ്ദുള്ള അൽ ബർദൂനി, ഫദ്വ തൗക്കാൻ, അബുൽ ഖാസിം ഷാബി, ഉമർ അബൂ ഈസ. ഇത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ.
ഓപ്ഷൻ ബി ആണ് ആൻസർ. അഗാനിൽ ഹയാത്ത് ആരുടേതാണ്? അബുൽ ഖാസിം ഷാബി അല്ലേ? ഷാബി. ഷാബിന്റെ അല്ലേ? അബുൽ ഖാസിം ഷാബി. ഓപ്ഷനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് അല്ലേ, നോക്കാൻ പറ്റും. അഗാനിൽ ഹയാത്ത് അബുൽ ഖാസിം ഷാബി. ദീവാനി നിസ എന്നുള്ളത് അതവിടെ കേട്ടെ. വഹദി മാൽ അയ്യാം ആരുടെ രചനയാണ്? വഹദി മാൽ അയ്യാം. ഫത്വ. ഈ ഓപ്ഷൻ കറക്റ്റ് ആവില്ലേ? ഡി ഓപ്ഷനാ വരിക അല്ലേ? ഞാൻ മാർക്ക് ചെയ്തെടുത്ത് മാറിയതാണ്. അഗാനിൽ ഹയാത്ത് അബുൽ ഖാസിം ഷാബി, ദീവാനി നിസാ അബ്ദുള്ള അൽ ബർദൂനി, വഹദി മാൽ അയ്യാം, ഫത്വ തോക്കാൻ. നേരെ തിരിച്ച് മിന്നറന്ന് അറന്ന് ബിൽഖൈസ് ആണ് അത് അബ്ദുള്ള അൽ ബർദൂനി വരിക അല്ലേ? അതെ. ഓപ്ഷനിൽ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇതിന്റെ, അതുകൊണ്ടാണ് പ്രശ്നം കേട്ടോ. അഗാനിൽ ഹയാത്ത് ഒന്നുകൂടി പറയാം. അഗാനിൽ ഹയാത്ത് അബുൽ ഖാസിം ഷാബി, ദീവാനി നിസ എന്നുള്ളത് ഉമർ അബു ഈഷ, വഹദി മാൽ അയ്യാം ഫത്വ തോക്കാൻ, അറന്ന് ബിൽഖൈസ് എന്നുള്ളത് അബ്ദുള്ള അൽ ബർദൂനി കേട്ടോ. ഓക്കെ, ഇത്രയാണ് 7ാം യൂണിറ്റിൽ പോയിട്ടറിയുടെ ഭാഗത്ത് നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്. ജസ്റ്റ് ഒന്ന് അവരെ മരണ ഓർഡർ പറഞ്ഞു പോവാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണിത്. ആദ്യം വരുന്നത് മഹ്മൂദ് സമി അൽ ബാറൂദിയാണ്. 1838 ജനിച്ച് 904 മരണപ്പെടുന്നു. ശേഷം അഹമ്മദ് ഷോഖി 1868 ജനിച്ച് 932 മരണപ്പെടുന്നു. പിന്നീട് ഹാഫിദ് ഇബ്രാഹിം 1871 ജനിച്ച് 1932 മരണം. ശേഷം ഖലീൽ മിത്രാൻ 1872 ജനിച്ച് 949 മരണം. ശേഷം മാറൂഫ് റുസാഫി 1875 ജനിച്ച് 1945 മരണം. പിന്നീട് വരുന്നത് അബുൽ ഖാസിം ഷാബിയാണ്. 1909 ജനിച്ച് 1934 മരണപ്പെടുന്നു. ശേഷം ഉമർ അബു ഈഷ 1912 ജനിച്ച് 1990 മരണപ്പെടുന്നു. കൂട്ടത്തിലൊരു കാര്യം, ഹന്ന ഫാഖൂരിയിൽ ഉമർ അബു ഈഷയുടെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 1912 എന്നുള്ളതാണ്. പക്ഷെ ഓൺലൈൻ സൈറ്റുകളിൽ പലതിലും 1910 എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്യണം. ഓക്കെ, പിന്നീട് വരുന്നത് ഫത്വ തോക്കാനാണ്. 1917 ജനിച്ച് 2003 മരണപ്പെടുന്നു. ശേഷം നിസാർ ഖബ്ബാനി 923 ജനിച്ച് 998 മരണപ്പെടുന്നു. അതുപോലെ നാസിക് മലായിക്ക 923 ജനിച്ച് 2007 മരണപ്പെടുന്നു. പിന്നീട് ബദർ ഷാ സയ്യാബ് 926 ജനിച്ച് 964 മരണപ്പെടുന്നു. ശേഷം അബ്ദുള്ള അൽ ബർദൂനി 929 ജനിച്ച് 999 മരണപ്പെടുന്നു. പിന്നീട് അഹ്മദ് സയ്യിദ് അഡ്വാനിസാണ്. 1930 ജനിച്ച് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് ലാസ്റ്റ് വരുന്നത് മഹ്മൂദ് ദർവിഷാണ്. 1941 ജനിച്ച് 2008 മരണപ്പെടുന്നു. ഇതാണ് ഇവരുടെ ഒരു ജന്മ മരണ ഓർഡറിൽ വരിക കേട്ടോ. അത് നിർബന്ധമായി പഠിച്ചു വെക്കണം. അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും ചോദിക്കുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പരിചയപ്പെട്ടു. ഓക്കെ, ശുക്രൻ ലിസ്തിമാഇക്കും ബറകല്ലാഹു ലക്കും ജസാക്കല്ലാഹു ഖൈറൻ ജസാ. ഹലോ, നാസിഖുൽ മലായിക്കയുടെ ദീവാനുകൾ സാർ പറഞ്ഞില്ലേ 8 എണ്ണാണ് എന്ന്? അത് 7 എണ്ണല്ലേ ഉള്ളൂ. 7 കാണുന്നുണ്ട്. 7 എണ്ണമാണ് അല്ലേ? 7 എണ്ണുള്ളൂ. യെസ്, അത് ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. എനിക്ക് പെട്ടെന്ന് ഓടിയില്ല. അത് 7 എണ്ണാണ് വരിക കേട്ടോ. ഏതൊക്കെയാണ് പറയാൻ പറ്റിയത്? അസ്സലാത്തു വസ്സൗറ, ആശിഖത്തുൽ ലൈൽ, ആശിഖത്തുൽ ലൈൽ, ഷലായ വർറമാദ്, ഖറാറത്തുൽ മുവജ്ജഹ, ഷജറത്തുൽ ഖമർ, യുഗയ്യിറു അൽവാനഹുൽ ബഹർ, ലിസ്വലാത്തി സൗറ, മഗ്സാത്തുൽ ഹയാത്ത്, വദനിയത്തുൽ ഇൻസാൻ. ലാസ്റ്റ് പറഞ്ഞിട്ടില്ല. മഗ്സാത്തുൽ ഹയാത്ത്, വാഗനിയത്തുൽ ലിൽ ഇൻസാൻ. നോട്ട് ചെയ്യണം കേട്ടോ. പലപ്പോഴും നാസിഖ് മലായിക്കയുടെ ഈ പുസ്തകങ്ങളെ പറ്റി, ഈ മജ്മൂ ഷെയ്ഖിയെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാകും. പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വേറെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും?